നമസ്കാരം. സ്വർണ്ണക്കൊള്ള അന്വേഷണം അവസാനിപ്പിക്കും. എല്ലാ പ്രതികളും രക്ഷപ്പെടുകയും ചെയ്യും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും എങ്ങുമെത്താതെ ആരെയും ഇനി അറസ്റ്റ് ചെയ്യാതെ പഴയ സ്വപ്ന സുരേഷിന്റെ സ്വർണ്ണക്കടത്തലുണ്ടല്ലോ, അതുപോലെ കുഴിച്ചു മൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള തന്ത്രങ്ങളാണ് അന്വേഷണം നടത്തുന്ന മഹാന്മാർ ചെയ്തു കൂട്ടുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ പത്മകുമാറിന് ശേഷം ഒരു അന്വേഷണം മുന്നോട്ട് പോകാത്തത്? അന്വേഷണം മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ തന്നെയും കടകംപള്ളിയിലെത്താത്തത്, അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങാത്തത്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ എങ്ങുമില്ലാത്ത, ആരും കാണാത്ത ഗോവർദ്ധനെ പോലെയുള്ള പുതിയ പ്രതികളെ കൊണ്ടുവരുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു. പ്രതികളുമായി ബന്ധപ്പെട്ട് വരുന്ന ജാമ്യ ഹർജി, ആ ജാമ്യ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതാണ്. ആ ജാമ്യ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ ഒരല്പം നീളം കൂടിയതാണ്. അത്രത്തോളം വലിയ ഒരു ജാമ്യ ഹർജി, ആ ജാമ്യ ഹർജിക്കുള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറയപ്പെടുന്നത് കേരളം അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഈ സ്വർണ്ണക്കൊള്ള അന്വേഷണമൊക്കെ അവസാനിപ്പിക്കുക തന്നെ ചെയ്യും. എല്ലാ പ്രതികളും, ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പത്മകുമാർ അടക്കമുള്ള എല്ലാ പ്രതികളും നിയമത്തിന്റെ പഴുതുകളിലൂടെ പുറത്തു വരികയും ചെയ്യും. അങ്ങനെയാണ് ഇത് ഫ്രെയിം ചെയ്തു വച്ചിരിക്കുന്നത്, ഈ കേസ് എന്ന് പറയുന്നത്. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നമുക്കറിയാം, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ നൽകിയ ജാമ്യ ഹർജി, അത് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. കേസിലെ 10ാം പ്രതിയാണ് ഇപ്പോൾ ഗോവർദ്ധൻ. അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്നും, സ്പോൺസർ എന്ന നിലയിൽ 2019 മുൻപ് പലപ്പോഴായിട്ട് ഏകദേശം 84 ലക്ഷം രൂപയുടെ സംഭാവന അത് ശബരിമലയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നും ഗോവർദ്ധൻ തന്റെ ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് 400 ഗ്രാമിലധികം സ്വർണമാണ് തനിക്ക് ലഭിച്ചത് എന്നും, ഇത് ശബരിമല സ്വർണമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് DD ആയിട്ട് 10 ലക്ഷവും 10 പവന്റെ മാലയും ശബരിമലയ്ക്ക് സംഭാവന നൽകിയെന്നും ഗോവർദ്ധൻ പറയുന്നുണ്ട്. ആകെ ഏകദേശം 1.5 കോടിയിലധികം രൂപ ശബരിമലയ്ക്ക് നൽകി എന്ന്, തട്ടിപ്പായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇത്രയും തുക സംഭാവന നൽകില്ലായിരുന്നുവെന്നുമൊക്കെ ഹർജിക്കാരൻ തന്റെ ഈ ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട്. ആ ജാമ്യ ഹർജിയിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞെട്ടിക്കുന്നത്. അതായത് ബെല്ലാരിയിലെ തന്റെ സ്വർണ്ണക്കടയിൽ നിന്ന് അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തിയാണ് സ്വർണ്ണക്കട്ടികൾ കസ്റ്റഡിയിലെടുത്തത് എന്നും, ഈ സ്വർണത്തിന് ശബരിമല സ്വർണമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. ഇതാണ് പ്രശ്നമെന്ന്. ഇവിടെ മുതലാണ് അങ്ങോട്ട് പുതിയ തട്ടിപ്പ് തുടങ്ങുന്നത് എന്നുള്ളതാണ്. അതായത് ഗോവർദ്ധന്റെ കടയിൽ നിന്ന് കണ്ടെടുത്തു എന്ന് അന്വേഷണ സംഘം പറയുന്ന സ്വർണം 2019 സ്വർണമായിരുന്നു. സ്വർണമല്ല എന്നുള്ളതാണ് ഗോവർദ്ധന്റെ വാദം. 2019 ലഭിച്ച സ്വർണം എന്ന് പറയപ്പെടുന്നത് അത് ഒരു കഥ തന്നെ ഉണ്ട് അതിനകത്ത്. അതായത് ഈ ഗോവർദ്ധനുമായിട്ട് ബന്ധപ്പെട്ട് ഗോവർദ്ധൻ ഒരു അയ്യപ്പ വിശ്വാസിയാണ്, തികച്ചും വലിയ അയ്യപ്പ വിശ്വാസി. അദ്ദേഹം അയ്യപ്പനെ കാണാൻ ശബരിമലയിൽ എത്താറുണ്ട്. ഒരു സ്വർണ്ണ വ്യാപാരി കൂടിയാണ്. മാത്രമല്ല അദ്ദേഹം ഈ ശബരിമലയിലേക്ക് എത്തപ്പെടുമ്പോൾ ഈ തിക്കും തിരക്കുമില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവിടെ നിന്ന ഒരു പോറ്റിയിൽ നിന്ന് അറിയുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച്. ആ പോറ്റിയാണ് പറയുന്നത്, ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ശബരിമലയിൽ വളരെ സുഖകരമായ ദർശനം ലഭിക്കുമെന്ന്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണുന്നു, പരിചയപ്പെടുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി നേരെ ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുപോകുന്നു, ദർശനം നടത്തുന്നു, തിരികെ അയക്കുന്നു. തിരികെ പോകുമ്പോഴാണ് ഇദ്ദേഹം സ്വർണ്ണ വ്യാപാരിയാണ് എന്നും, ആ സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും 2019 ഈ സ്വർണ്ണപ്പാളിയുമായി വരുന്ന വിഷയങ്ങളിൽ ഇതൊന്ന് മെയിൻ്റനൻസ് ചെയ്യേണ്ടതുണ്ട് എന്ന് ഗോവർദ്ധൻ എന്ന് പറയപ്പെടുന്ന സ്വർണ്ണ വ്യാപാരിയോട് പറയുകയും ചെയ്തു. അങ്ങനെ സ്വർണ്ണ വ്യാപാരി അയ്യപ്പന്റെ നടയിലുള്ള ആ സ്വർണ്ണപ്പാളികൾ ഏറ്റവും നല്ല തേക്ക് കൊണ്ട് ഉപയോഗിച്ച് താൻ തന്നെ നന്നാക്കി കൊടുക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെയാണത് അവർ തന്നെ, അതായത് ഈ ഗോവർദ്ധൻ തന്നെ ഈ സ്വർണം പൂശിയ തരത്തിലുള്ള പാളികൾ അവിടെ നിർമ്മിച്ച് നൽകുന്നത്. അതിന് ഏകദേശം 60 മുതൽ 84 ലക്ഷം വരെ ചെലവായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജിയിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനു മുമ്പുള്ള അതിനു മുൻപുണ്ടായിരുന്ന സ്വർണ്ണപ്പാളികൾ അവിടെ, ആ പാളികൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി അതിന് സ്വർണം പൂശിയതിനു ശേഷം അതിനകത്ത് ബാലൻസ് വന്ന 470 ഗ്രാം സ്വർണമാണ് അത് ബാക്കി വരികയും അത് ആ സ്വർണം എന്ന് പറയപ്പെടുന്നത് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വാങ്ങിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സ്വർണമായി നൽകേണ്ടത് ആവശ്യമില്ല എന്നും
പകരം പണമായി നൽകിയാൽ മതിയുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ സ്വർണം ഗോവർദ്ധനിൽ കൊണ്ടുപോവുകയും ഗോവർദ്ധനിൽ നിന്ന് പണമായിട്ട് സ്വീകരിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് ഗോവർദ്ധൻ ജാമ്യ ഹർജിയിൽ മൊഴി നൽകി. ആ ജാമ്യ ഹർജിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ അങ്ങനെ പറയുന്ന ജാമ്യ ഹർജിയിൽ നിന്ന് എങ്ങനെയാണ് ഈ 470 ഗ്രാം സ്വർണം അല്ലെങ്കിൽ 400 ഗ്രാമിനും 470 ഗ്രാമിനും ഇടയ്ക്കുള്ള സ്വർണം വാങ്ങുകയും അതിനുള്ള പണമായി അദ്ദേഹം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ പണം കൊടുത്ത് സ്വർണം വാങ്ങിയ ഒരാൾ എങ്ങനെയാണ് ഈ കേസിൽ പ്രതിയാവുക? മറ്റൊന്ന്, ഇപ്പോൾ ഈ അന്വേഷണ സംഘം കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന 400 ഗ്രാം സ്വർണം 2019 ഇദ്ദേഹം വാങ്ങിയെന്ന് പറയപ്പെടുന്ന സ്വർണം അദ്ദേഹം അന്ന് തന്നെ ഉപയോഗിച്ചതായി പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് അവിടുന്ന് കണ്ടെടുത്തു എന്ന് പറയപ്പെടുന്ന സ്വർണം പഴയ സ്വർണമല്ല, അതായത് ശബരിമലയിൽ ഉപയോഗിച്ച സ്വർണമല്ല, പകരം ഇദ്ദേഹത്തിന്റെ ജ്വല്ലറിയിൽ നിന്ന് എടുത്ത സ്വർണമാണ്. അപ്പോൾ ആ സ്വർണം ഇനി പരിശോധനകൾക്ക് ശേഷം തിരികെ കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പോൾ അവിടുത്തെ സ്വർണം ശബരിമലയിലെ സ്വർണ്ണമല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഈ എന്താണ് ഇവിടുന്ന് ഈ സ്വർണം എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യം എന്തായിരുന്നു അന്വേഷണ സംഘത്തിന്? അപ്പൊ അന്വേഷണ സംഘം ഇവിടെ നിന്നും ഈ സ്വർണം എടുത്തിരിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള പ്രീ പ്ലാനോട് കൂടിയാണ്. 2019 മുതൽ ഇങ്ങോട്ടുള്ള കൊള്ളയിൽ അവിടെ ഇനി ഉണ്ടാകാൻ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇവിടുന്നുള്ള ഇതിനകത്തെ ഉദ്യോഗസ്ഥന്മാരുടെ വളരെ വലിയ കളിയുണ്ട്. അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് സ്വർണ്ണപ്പാളികളല്ല, പകരം ചെമ്പുപാളികളാണ്. ആ ചെമ്പുപാളികളിൽ സ്വർണം പൂശിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വർണം പൂശിയിട്ടില്ല എന്നുള്ളത് കൊണ്ടും ഇതിനകത്ത് സ്വർണം പൊതിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടും സ്വർണം പൂശൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടും ആ പൂശലിൽ ബാക്കി വന്ന സ്വർണമാണ് ഗോവർദ്ധന് നൽകിയെന്നും അത് ഗോവർദ്ധൻ പണമായി തിരികെ നൽകിയെങ്കിൽ കൂടിയും ഇപ്പോൾ അവിടുന്ന് 400 ഗ്രാമിലുള്ള സ്വർണം എടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് അന്വേഷണ സംഘം കോടതിയിൽ പിന്നെ പറയേണ്ടി വരും, ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും. കാരണം ഈ ജാമ്യ ഹർജി പരിഹരിച്ച് കഴിയുമ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ വലിയൊരു കുരുക്ക് ഇതിനകത്തുണ്ട്. ഇനി ഈ 1998, 99 കാലത്തിൽ വിജയ് മല്യ 30 കിലോയ്ക്കും 32 കിലോയ്ക്കും അകത്ത് ഇവിടെ സ്വർണം പൂശി അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ആ സ്വർണത്തിനെ കുറിച്ചുള്ള രേഖകളോ വിവരങ്ങളോ ഒന്നും തന്നെ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് സ്വർണമേ അല്ല, ഇവിടെ സ്വർണം പൂശിയിട്ടേ ഇല്ല, സ്വർണമുണ്ടെങ്കിലല്ലേ സ്വർണ്ണക്കൊള്ള നടത്തേണ്ടതുള്ളൂ എന്ന് പറയപ്പെടുന്ന വാദത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം. അപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിന് മുൻപ്, ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ സ്വർണമാണ് വിജയനെയും കൂട്ടരെയും പറ്റിച്ചത് എങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് സ്വർണമായിരുന്നില്ല എന്നും അല്ലെങ്കിൽ അവിടെ സ്വർണമില്ലായിരുന്നു എന്നും ചെമ്പുപാളികളായിരുന്നു ഉണ്ടായിരുന്നതെന്നും മാത്രമല്ല സ്വർണം കട്ടവർ ഇവരല്ല എന്നുമുള്ള തരത്തിലേക്കുള്ള വാദങ്ങൾ അംഗീകരിക്കപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെടും. നമുക്കറിയാമല്ലോ, ആവശ്യമെന്ന് പറയപ്പെടുന്നത് തെളിവുകളാണ്. കോടതിക്ക് മുമ്പിൽ തെളിവുകൾ സമർപ്പിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ദിലീപ് എങ്ങനെയാണോ രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ ഇതിനകത്ത് പത്മകുമാർ അടക്കമുള്ളവർ, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കള്ളക്കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറസ്റ്റിലായിട്ടുള്ളവർ അടക്കം രക്ഷപ്പെടുന്നത് ആ തരത്തിലായിരിക്കും. തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കോടതിക്ക് ഇവരെ ശിക്ഷിക്കാൻ അധികാരവുമുള്ളൂ, ശിക്ഷിക്കുകയുമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ തെളിവുകൾ ഇല്ലാതാക്കപ്പെടുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ 30-32 കിലോയോളം വരുന്ന സ്വർണം, അതിനെക്കുറിച്ചുള്ള രേഖകളൊന്നും ഈ ദേവസ്വം ബോർഡിന്റെ കൈവശം ഇല്ല എന്ന് പറയപ്പെടുമ്പോൾ ഒരു എഴുത്തുകുത്തുകളിലും അത് ഉറപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര കിലോഗ്രാം സ്വർണം പതിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള രേഖകൾ അതില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് സ്വർണമാണ് എന്ന് പറയാൻ കഴിയുക? അത്തരത്തിലുള്ള വലിയ ഒരു ചിന്തനീയമായിട്ടുള്ള കാര്യമുണ്ട്. അത് ഇനി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും തെളിവുകൾ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞ സാഹചര്യത്തിൽ കോടതിക്ക് മുന്നിൽ തെളിവുകൾ ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ എങ്ങനെയാണോ തെളിവുകളുടെ അഭാവത്തിൽ, ഇപ്പൊ നമുക്കറിയാവുന്നല്ലോ ദിലീപുമായി ബന്ധപ്പെട്ട് വരുന്ന കേസിൽ ദിലീപിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളില്ലായിരുന്നു. ഒരു തെളിവുകളും സമർപ്പിക്കുവാൻ പ്രോസിക്യൂഷന് കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് ദിലീപ് വളരെ കൃത്യമായിട്ട് രക്ഷപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയും എന്താ സംഭവിക്കാൻ പോകുന്നത്? അത്തരത്തിൽ തെളിവുകളുടെ അഭാവത്തിലായിരിക്കും ഈ വരുന്ന എല്ലാവരും രക്ഷപ്പെടാൻ പോകുന്നത്. മാത്രമല്ല ഇനി മുന്നിലോട്ടുള്ളവർ, മുൻ മന്ത്രി അടക്കമുള്ളവർ, കടകംപള്ളി അടക്കമുള്ളവർ ഇതിൽ നിന്നും തലയൂരി പോകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പൊ അത്രത്തോളം വലിയൊരു സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ഇവർ രക്ഷപ്പെടുന്നു. മാത്രമല്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, സ്വപ്ന സുരേഷ് പുറത്തുവിട്ട ഭൂതമായിരുന്നു സ്വർണം കടത്തൽ എന്ന് പറയപ്പെടുന്നത്. 2021 തിരഞ്ഞെടുപ്പിന് മുമ്പ് സ്വർണം കടത്തൽ വലിയ ചർച്ച ചെയ്യപ്പെട്ടു. എന്നിട്ടെന്ത് സംഭവിച്ചു? ആ സ്വർണ്ണക്കൊള്ള എന്ന് പറയപ്പെടുന്നത് മാഞ്ഞുപോയി, മറഞ്ഞുപോയി. എവിടെ എത്തി? ഇഡിയുടെ അന്വേഷണം വന്നു, CBIയുടെ അന്വേഷണം വരുന്നു. എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു. അവസാനം കേന്ദ്ര ഏജൻസികൾ എങ്ങോട്ട് പോയെന്നറിയില്ല, മാഞ്ഞുപോയി എല്ലാവരും. അപ്പോൾ ആ സ്വർണ്ണക്കടത്ത് പോലെ, ദിലീപിന്റെ വിഷയം പോലെ മറ്റൊരു തെളിവുകളില്ലാത്ത ഒരു കേസായി ശബരിമല സ്വർണ്ണക്കൊള്ളയും മാറുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്
ഇന്ന് ജാമ്യ ഹർജി അനുവദിക്കുന്ന ഗോവർദ്ധൻ ആ ജാമ്യ ഹർജിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതങ്ങനെ നടക്കുകയാണെങ്കിൽ വലിയ വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും ഇന്ന് വിശ്വാസികൾ അഭിമുഖീകരിക്കാൻ പോകുന്നു. പകരം ഈ CPM-ന്റെ നേതാക്കൾ അടക്കമുള്ളവർ പുറത്തു വരുമ്പോൾ, വിജയൻ അടക്കമുള്ളവർ, ഇപ്പോൾ പിണറായി വിജയൻ ഇതുവരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വാചകം മിണ്ടിയിട്ടുണ്ടോ? മിണ്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അപ്പോൾ മയക്കം കിട്ടി ഇറങ്ങും. അപ്പോൾ വാർത്താ സമ്മേളനം നടത്തും. ഞങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടില്ല, ഞങ്ങൾ CPM-കാരെല്ലാം ഉത്തമ പൗരന്മാരാണ്, കള്ളന്മാരാരും ഞങ്ങളുടെ കൂട്ടത്തിലില്ല, കള്ളന്മാരെല്ലാം മറ്റു ഭാഗത്താണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതുമാത്രമല്ല, നമുക്കറിയാമല്ലോ ഈ കേസ് എവിടെയാണ് പോയത്. കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ഉന്നതരുടെ പങ്ക് അത് വെളിപ്പെട്ട ശേഷമാണ് SITയുടെ അന്വേഷണം എന്ന് പറയപ്പെടുന്നത് വഴിതെറ്റിയത്. ഇവിടെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെയും സ്വർണം വേർതിരിച്ച ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ ഒക്കെ അറസ്റ്റോടെ ആ അന്വേഷണത്തിന് അന്ത്യം കുറിക്കാനാണ് SITയുടെ ശ്രമം നടക്കുന്നത്. മികച്ച പോലീസ് ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിലുള്ളതെങ്കിലും സർക്കാരിന്റെയും ഒപ്പം തന്നെ പോലീസ് അസോസിയേഷനിലൂടെ CPM-ന്റെയും സമ്മർദ്ദം എന്ന് പറയപ്പെടുന്നത് ശക്തമാണ്. ജാമ്യം തേടി ഗോവർദ്ധൻ സമർപ്പിച്ച രേഖകൾ അത് ശരിയാണ് എങ്കിൽ കേസിൽ പോറ്റിയും ഏതാനും ചില ദേവസ്വം ഉദ്യോഗസ്ഥരും ഒഴികെ മറ്റെല്ലാവരും രക്ഷപ്പെടും. ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിന് തുടർച്ചയായിരുന്നു കോടതി നിരീക്ഷണത്തോടുകൂടി SIT ആരംഭിച്ച അന്വേഷണം എന്ന് പറയപ്പെടുന്നത്. വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് പ്രതിപട്ടിക ഉണ്ടാക്കി 2 FIR-കൾ അടക്കം അന്ന് തയ്യാറാക്കിയത്. പാളികൾ, അതിന്റെ പുരാവസ്തു, വിശ്വാസമൂല്യമൊക്കെ കണക്കാക്കി വിഗ്രഹ ലോബിക്ക് കൈമാറിയോ എന്ന് ഹൈക്കോടതി ഉയർത്തിയ സംശയം പോലും കണക്കിലെടുക്കാതെ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ച് SIT അന്വേഷണം പോകുമ്പോൾ നേരറിയാൻ നമ്മൾ പറയും വീണ്ടും CBI വരേണ്ടതുണ്ടെന്ന്. ഇതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. സ്വർണ്ണക്കടത്തിൽ ഈ ED-യും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI-യും ഒക്കെ വന്ന് NIA ഒക്കെ വരെ അന്വേഷണം നടത്തി. എന്നിട്ട് എന്തായി? ഒന്നും ആയില്ല, ആവിയായിപ്പോയി അതെല്ലാം. അതുപോലെ തന്നെ വരൂ ഇനി CBI അല്ല ED വന്നാലും. കാരണം CBI-യോടും ED-യോടും കേന്ദ്ര സർക്കാരിനോടും വിധേയത്വം പാലിച്ച് നിൽക്കുന്ന പിണറായി വിജയന് മുന്നിൽ ചിലപ്പോൾ ആ കേന്ദ്ര അന്വേഷണ ഏജൻസികളും മുട്ടുമടക്കേണ്ടി വരും. ഇനി അഥവാ CBI വന്നാൽ, ഇനി അവർ അന്വേഷിച്ചാൽ എവിടെയെങ്കിലും എത്തുമോ? അങ്ങനെയെങ്കിൽ സ്വപ്നയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള സ്വർണ്ണക്കടത്ത് എവിടെ എത്തി? ആര് ജയിലിലായി? ആരൊക്കെ പ്രതികളായി? എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ തന്നെയായിരിക്കും ഇതും സംഭവിക്കാൻ പോകുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയും ആരോരും അറിയാതെ ആവിയായിത്തീരുന്ന ഒരു കേസായിത്തീരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരവസ്ഥ. കാരണം അയ്യപ്പൻ തന്നെ തീരുമാനിക്കേണ്ടി വരും ഇവന്മാർക്ക് ഏത് തരത്തിലുള്ള ശിക്ഷ എങ്ങനെ നൽകണമെന്ന്.